ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കെല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. ഇന്നത്തെ വീഡിയോയിൽ കൂടി ഞാൻ പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കടബാധ്യതകൾ മാറുവാനും സമ്പത്തും സമൃദ്ധിയും ധാരാളം ഉണ്ടാകുവാനും നമ്മളെ സഹായിക്കുന്ന കുറച്ച് ബൈബിൾ വാക്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്നുള്ളതാണ്. ഈ വാക്യങ്ങൾ നിങ്ങൾക്ക് എഴുതിയെടുക്കുകയോ കാണാതെ പഠിക്കുകയോ ഒക്കെ ചെയ്യാം. എപ്പോഴൊക്കെ നിങ്ങൾക്ക് സമയം കിട്ടുമോ അപ്പോഴൊക്കെ ഈ വാക്യങ്ങൾ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുക. അതല്ല, ഡെയിലി എഴുതാൻ താല്പര്യമുള്ളവർക്ക് 33 പ്രാവശ്യം വീതമോ 101 പ്രാവശ്യം വീതമോ ഒക്കെ എഴുതി പ്രാർത്ഥിക്കാവുന്നതാണ്. ഇത് ബൈബിളിൽ തന്നെ നമുക്കായി ദൈവം തന്നിട്ടുള്ള അഫർമേഷൻസ് ആണ്. പിന്നെ അഫർമേഷൻസ് യൂസ് ചെയ്യുമ്പോഴുള്ള പ്രധാന കാര്യം നമ്മളുടെ പ്രശ്നങ്ങളെല്ലാം മാറിക്കഴിഞ്ഞുള്ള നമ്മുടെ മാനസികാവസ്ഥയായിരിക്കണം നമുക്കുണ്ടാവേണ്ടത് എന്നാണ്. അതുകൊണ്ട് തന്നെ ഇത് തുടർച്ചയായി ഉരുവിടുമ്പോൾ നമ്മുടെ കടബാധ്യതകളെല്ലാം മാറി സമ്പത്തും സമൃദ്ധിയും കൊണ്ട് നമ്മൾ വളരെ മെച്ചപ്പെട്ട അവസ്ഥയിൽ എത്തിയതായി മനസ്സിൽ കരുതുകയും അതിന്റെ ഒരു നന്ദി ഹൃദയത്തിൽ ഉണ്ടാവുകയും വേണം. അയ്യോ എന്റെ കർത്താവേ, എനിക്ക് തലയ്ക്ക് ചുറ്റും കടമാണേ, കടബാധ്യതകൾ മാറ്റിത്തരണേ എന്നല്ല, എനിക്ക് ഇത്രയധികം സമ്പത്തും സമൃദ്ധിയും തന്നതിന് ദൈവമേ അങ്ങേക്ക് നന്ദി എന്ന മനോഭാവമായിരിക്കണം നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത്. നമുക്ക് ഒരുപാട് സമൃദ്ധിയുള്ളതായും അത് വെച്ച് നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുന്നതായും ഒക്കെ നിങ്ങൾക്ക് മനസ്സിൽ ചിന്തിക്കാവുന്നതാണ്. അഫർമേഷൻസ് ഇന്ന് പ്രാക്ടീസ് ചെയ്തു തുടങ്ങിയാൽ നാളെ ഫലം കാണുന്ന ഒന്നല്ല. തുടർച്ചയായ പ്രാക്ടീസും അത് ലഭിച്ചു കഴിഞ്ഞു എന്നുള്ള ഉറച്ച വിശ്വാസവും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ലൈഫിൽ സമ്പത്തും സമൃദ്ധിയും നിറയുകയുള്ളൂ. അപ്പോൾ നമുക്ക് സമ്പത്തും സമൃദ്ധിയും ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് സ്ഥിരമായി ഉപയോഗിക്കേണ്ട ബൈബിൾ വാക്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 2-3 വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു: ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിന്റെ പേര് ഞാൻ മഹത്വമാക്കും, അങ്ങനെ നീ ഒരനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹീതമാകും. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം 12, 13, 14 വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു: ഇസഹാക്ക് ആ നാട്ടിൽ കൃഷി ഇറക്കുകയും അക്കൊല്ലം തന്നെ 100 മേനി വിളവെടുക്കുകയും ചെയ്തു. കർത്താവ് അവനെ അനുഗ്രഹിച്ചു, അവൻ അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടേയിരുന്നു. ക്രമേണ അവൻ വലിയ സമ്പന്നനാവുകയും ചെയ്തു. അവന് ധാരാളം ആടുമാടുകളും പരിചാരകരും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഫിലിസ്തർക്ക് അവനോട് അസൂയ തോന്നി. ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായം 2-ാം വാക്യം ഇപ്രകാരം പറയുന്നു: കർത്താവ് ജോസഫിന്റെ കൂടെ ഉണ്ടായിരുന്നു, എല്ലാ കാര്യങ്ങളിലും അവന് ശ്രേയസ്സുണ്ടായി. പുറപ്പാടിന്റെ പുസ്തകം 23-ാം അധ്യായം 25 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു: നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം, അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കും, നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗം നിർമ്മാർജ്ജനം ചെയ്യും, ഗർഭചിത്രമോ വന്ധ്യതയോ നാട്ടിലുണ്ടാവുകയില്ല, നിനക്ക് ഞാൻ ദീർഘായുസ് തരും. നീ ചെന്നെത്തും മുമ്പേ നിനക്ക് ഏറ്റുമുട്ടേണ്ടി വരുന്ന ജനങ്ങൾ എന്നെ ഭയപ്പെടുന്നതിന് ഞാൻ ഇടയാക്കും, അവരിൽ ഞാൻ സംഭ്രമം ജനിപ്പിക്കും, നിന്റെ ശത്രുക്കൾ പിന്തിരിഞ്ഞോടും. നിനക്ക് മുൻപേ ഞാൻ കടന്നലുകളെ അയക്കും, അവ ഹിവ്യർ, കാനാന്യർ, ഹിത്യർ എന്നിവരെ നിന്റെ മുൻപിൽ നിന്ന് തുരത്തും. നിയമാവർത്തനം 8-ാം അധ്യായം 8-ാം വാക്യം ഇപ്രകാരം പറയുന്നു: നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ സ്മരിക്കണം, എന്തെന്നാൽ നിങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടി ഇന്നും നിറവേറ്റുന്നതിനു വേണ്ടി സമ്പത്ത് നേടാൻ അവിടുന്നാണ് നിങ്ങൾക്ക് ശക്തി തരുന്നത്. ബൈബിളിൽ തന്നെ ഒരുപാട് അഫർമേഷൻസ് സമ്പത്തും സമൃദ്ധിയും കിട്ടുന്നതിന് വേണ്ടി ദൈവം നമുക്കായി നൽകിയിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ കൂടി 5 വാക്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തത്. ബാക്കി വാക്യങ്ങൾ അടുത്ത പാർട്ടായി മറ്റൊരു വീഡിയോ ആയി അപ്ലോഡ് ചെയ്യാം. കാരണം വീഡിയോയുടെ ലെങ്ത് കൂടുന്നു എന്ന കാരണത്താൽ ഒരുപാട് പേര് ഒരുപക്ഷെ ഈ വീഡിയോ കാണാൻ ഇടയില്ല. എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളോടൊപ്പം വളരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന മറ്റൊരാൾക്ക് കൂടി ഈ വീഡിയോ അയച്ചു കൊടുക്കണം. കാരണം ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട്, 2 ഉടുപ്പുള്ളവൻ 1 ഇല്ലാത്തവന് കൊടുക്കട്ടെ എന്ന്. അതുവഴി ഈ ലോകത്തിൽ മാത്രമല്ല സ്വർഗ്ഗലോകത്തും നമ്മൾ നിക്ഷേപം കരുതി വെക്കുവാണ്. നമ്മുടെ കടങ്ങളൊക്കെ മാറ്റി സമ്പത്തും സമൃദ്ധിയും തന്ന് ദൈവം നമ്മളെ അനുഗ്രഹിച്ചു കഴിഞ്ഞു എന്ന് പൂർണ്ണമായി വിശ്വസിക്കുക. അങ്ങനെ വിശ്വസിക്കുന്നവർ കമന്റ് ബോക്സിൽ ഇങ്ങനെ എഴുതുക: എനിക്ക് ഇത്രയധികം സമ്പത്തും സമൃദ്ധിയും തന്നതിന് ദൈവമേ അങ്ങേക്ക് നന്ദി. എന്തിനു വേണ്ടിയാണോ നിങ്ങൾ പരിഹാരം ആഗ്രഹിക്കുന്നത് അതും കൂടി കമന്റ് ബോക്സിൽ എഴുതുക. അതിനുവേണ്ടിയുള്ള അഫർമേഷൻസ് മറ്റൊരു വീഡിയോയിൽ കൂടി ഷെയർ ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോയുടെ സെക്കൻഡ് പാർട്ട് മിസ്സാവാതെ കാണാൻ വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും നോട്ടിഫിക്കേഷൻ ഇനേബിൾ ചെയ്ത് വെക്കാനും മറക്കരുത്. ഈ വീഡിയോ കാണുന്ന എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കുന്നതിന് എന്റെ നല്ല ദൈവമേ അങ്ങേക്ക് 1000 നന്ദി.